വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും കർത്താവ് ചില പുതിയ കാര്യങ്ങൾ നമ്മുടെ മധ്യേ ചെയ്യുകയാണ്. വീണ്ടും കർത്താവ് തൻ്റെ ആത്മാവിനെ പകരാൻ പോവുകയാണ്. വീണ്ടും കർത്താവ് തൻ്റെ ജനത്തെ ഉണർത്താൻ പോവുകയാണ്. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ എല്ലാവരും പ്രവേശിച്ചിരിക്കുന്നത്. മാൻ ഈ ആഴ്ചയുടെ മിഡിൽ പോയിന്റിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ നന്മയോർത്ത് നമ്മൾ നന്ദി പറയുകയാണ്. കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമ്മൾ റെഡിയാക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ദാഹിക്കുന്ന വ്യക്തികൾ, വിശക്കുന്ന വ്യക്തികൾ, അവർക്ക് വേണ്ടി കർത്താവ് അധികമായി ഇന്ന് പകരാൻ പോവുകയാണ്. ആമേൻ. നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിന് ചില സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാലോ? നമുക്ക് ഇന്ന് ആദ്യമായുള്ളത് എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്, ഒരു ബ്രദറാണ്. ഇന്ന് ആ ബ്രദറിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ ബ്രദർ. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബ്രദർ റിക്വസ്റ്റ് ചെയ്യാൻ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ചില ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ബ്രദറിനെയും ഫാമിലിയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ബ്രദറിൻ്റെ ലൈഫിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ബ്രദർ പ്രാർത്ഥിക്കുവാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന പാസ്റ്ററിൻ്റെ കുടുംബവും അപ്പോൾ തന്നെ എല്ലാ ശുശ്രൂഷകന്മാരുടെയും കുടുംബത്തിനും അനുഗ്രഹങ്ങൾ, ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ സംഭവിക്കട്ടെ. കർത്താവെ, പാസ്റ്ററിൻ്റെ ഫാമിലി അപ്പോൾ തന്നെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഓരോ കുടുംബങ്ങൾക്കും കർത്താവെ അങ്ങ് വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ബ്ലെസ് ചെയ്യണമേ കർത്താവെ. അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവിക ആരോഗ്യവും ദീർഘായുസ്സും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ബ്രദറിനെ ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത് ഉള്ള ഒരു പ്രൈം സ്പോൺസറാണ്. നമുക്കൊരു വെൽവിഷർ ഫ്രം എറണാകുളം. ആസ് എ ഡിയർ സിസ്റ്റർ, താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ഇന്ന് സിസ്റ്ററിൻ്റെ 47th വിവാഹ വാർഷികമാണ്. വാവ്, കൺഗ്രാജുലേഷൻസ്. 47 years ഓഫ് മാരേജ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ദൈവം തന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, സകല ബ്ലെസ്സിങ്സും സകല ആരോഗ്യത്തിനുമായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഭർത്താവിൻ്റെ ബയോപ്സി റിസൾട്ട് യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവ് ആകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവിക ആരോഗ്യം കൊടുത്ത മകനെ കർത്താവെ അങ്ങ് ദീർഘായുസ് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഈ പുതിയ വർഷം അവരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ആൻഡ് ബ്രദർ ഫോർ സ്പോൺസറിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ ചില ഇമ്പോർട്ടൻറ്റ് ഇതിലേക്ക് കടക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. തയ്യാറാണോ? നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. നമുക്ക് ഈ ആഴ്ചയിൽ 3-ാം അധ്യായത്തിലാണ് ഫിലിപ്പ് ലേഖനം. എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്? ഇപ്പോൾ ഈ ഹൈ ലെവൽ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിലരങ്ങ് ഒരല്പം ക്ലോസ്ഡ് ആവും. ഇതൊക്കെ എനിക്ക് പറ്റുമോ? ഇതെല്ലാം നമുക്ക് എഴുതപ്പെട്ടിരിക്കും. നമ്മളെല്ലാവരും ഒറ്റയടിക്കല്ല, പതുക്കെ നമുക്കതിലേക്ക് വളരാൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? പൗലോസിനെ പോലെ എല്ലാം കളഞ്ഞ് ഒരു സഞ്ചിയോ തോളസഞ്ചിയും തൂക്കി മിഷണറി ആയിട്ട് ഇറങ്ങിപ്പോണമെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ആയിരിക്കുന്ന നിലയിൽ, വിളിക്കപ്പെട്ട അവസ്ഥയിൽ, അങ്ങനെയാണ് ബൈബിളിൽ കാണുന്നത്. നമുക്ക് ഏവർക്കും കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ അടുത്ത വചനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇന്നലെ നമ്മൾ വായിച്ച ഭാഗമാണ് ഒന്നുകൂടി നമ്മൾ വായിക്കാൻ പോവുക. ഇന്ന് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 10-11 വചനങ്ങളാണ്. 10-ാം വചനം ഇങ്ങനെയാണ്: അവനിൽ ഇരിക്കേണ്ടതിനും ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചാവർ എന്നെണ്ണുന്നു. ഈ 2 വചനങ്ങൾ നമുക്ക് ഇന്നൊന്ന് നോക്കാം. അപ്പം അതിൽ പല കാര്യങ്ങൾ പറഞ്ഞ് ഇംഗ്ലീഷ് വിട്ടൊന്ന് വായിക്കാം. ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്.
and the power of his resurrection, and the fellowship of sharing in his sufferings, becoming like him in his death, and so somehow to attain to the resurrection from the dead. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലത്ത് നമ്മുടെ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരുന്ന ഈ ബ്ലെസ്സിംഗ് ടുഡേ അല്ല ഉദ്ദേശിച്ച് ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ആദ്യകാലത്തെ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഒരു പ്രാവശ്യം വന്നു. ഫിലിപ്പ് ലേഖനം മുഴുവൻ ബൈ ഹാർട്ട് പഠിച്ചിട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇതിലത്തെ ഈ ഈ 3-ാം അധ്യായത്തിൽ പല സെൻറ്റൻസുകളും ഭയങ്കര ലെങ്തിയാണ്. ഓ മൈ ഗോഡ്. അപ്പോൾ എനിക്കങ്ങ് അതിശയമായി. ഈ 4 അധ്യായവും ബൈ ഹാർട്ട് പഠിച്ചിട്ട് വന്നിട്ട് എവിടെയെങ്കിലും തുടങ്ങിയാൽ ഇങ്ങനെ അങ്ങ് ടാപ്പിൽ വെള്ളം പോലെ അങ്ങ് ഒഴുകുവാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്. ഇപ്പോഴും നമ്മളിത് വായിക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ഉടക്കി നിൽക്കുകയാണ്. ക്രിസ്തീയ ജീവിതമുണ്ട്, ഹൈ ലെവൽ ക്രിസ്ത്യൻ ലൈഫുണ്ട്, ഡീപ്പർ ലെവൽ ക്രിസ്ത്യൻ ലൈഫുണ്ട്, മീഡിയോക്രിറ്റിയിലുള്ള ക്രിസ്ത്യൻ ലൈഫുണ്ട്, നെയിംസേ ക്രിസ്ത്യൻ ലൈഫുണ്ട്. ഏത് വേണം നമ്മളത് തീരുമാനിക്കണ്ടേ? ഒറ്റ ലൈഫേ ഉള്ളൂ. ഞാനതാ പറഞ്ഞത്, പല കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ അല്പം കഴിയുമ്പോൾ ഗ്രഹിക്കാൻ തുടങ്ങും. ആദ്യകാലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങൾ ഈയിടെയായിട്ടൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ഇനിയും കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ആയുഷ്കാലത്തൊരിക്കലും ഈ വചനം മുഴുവനും അതിൻ്റെ വെളിപ്പാടുകളൊന്നും തീർക്കാൻ നമുക്ക് സാധ്യമല്ല. ആശ്വാസമായിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോൾ, നിത്യതയിലെത്തുമ്പോൾ, നിത്യത മുഴുവൻ പഠിക്കാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ അതിൻ്റെ കമ്പാരിസണൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സമയത്ത് വ്യക്തമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഹെവൻ ഈസ് എ പ്ലേസ് ഓഫ് ലേണിംഗ്. സ്വർഗത്തിൽ ചെന്നാൽ തുടർന്നും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്നാൽ പിന്നെ അവിടെ ചെന്നിട്ട് പഠിച്ചാൽ പോലും ഇവിടെ എന്തിനാ ബ്രദറെ ഇപ്പോഴൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ? നോ നോ നോ. ഇപ്പോൾ ആവശ്യമുള്ള പ്രിപ്പറേഷൻ നടന്നേ പറ്റൂ, ബാക്കി അവിടെ ചെയ്താൽ മതി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് ആൻഡ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ്, ബിക്കമിങ് ലൈക്ക് ഹിം ഇൻ ഹിസ് ഡെത്ത്, ആൻഡ് സോ സംഹൗ ടു അറ്റൈൻ ടു ദി റിസറക്ഷൻ ഫ്രം ദ ഡെഡ്. അതിൽ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് നോക്കാം. സോ അവിടെ അദ്ദേഹം പറയുന്നത്, പോൾ വാണ്ട്സ് ടു നോ 5 things. 5 കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയണം എന്നാണ് പറയുന്നത്. ഒന്നാമത്, ടു നോ ക്രൈസ്റ്റ്, ദെൻ ദ പവർ ഓഫ് ഹിസ് റെസറക്ഷൻ, ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയണം. 3, ഫെലോഷിപ്പ് ഓഫ് സഫറിങ് ഇൻ ഷെയറിങ് ഇൻ ഹിസ് സഫറിങ്സ്, തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ പങ്കാളിത്തം, കൂട്ടായ്മ വേണം, അതറിയണം. അടുത്തത്, ബിക്കമിങ് ലൈക്ക് ഹിം ഇൻ ഹിസ് ഡെത്ത്, മരണത്തിൽ തന്നെ പോലെ ആകണമെന്ന്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുക, കർത്താവേ നല്ലൊരു മരണം എനിക്ക് തരണേ, ആക്സിഡൻറ്റിൽ മരിക്കരുത്, ആരും എന്നെ തല്ലിക്കൊല്ലരുത്, ആരും എന്നെ കല്ലെറിഞ്ഞ് കൊല്ലരുത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടരുത്, രോഗിയായി കിടന്ന് നരകിച്ച് മരിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. അദ്ദേഹം പറയുന്ന, മരിക്കുമ്പോൾ എനിക്ക് ക്രിസ്തുവിനെ പോലെ മരിക്കണമെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അടുത്തത്, 5-ാമത്തേത്, റെസറക്ഷൻ ഫ്രം ദ ഡെഡ്, മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം, അതും കിട്ടണം. 5 കാര്യങ്ങളാണ് അദ്ദേഹം അറിയാനും പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നത്. അതിലോരോ കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാം. ഇപ്പോൾ അതിലാദ്യം അദ്ദേഹം പറയുന്നൊരു കാര്യം, ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്, എനിക്ക് ക്രിസ്തുവിനെ അറിയണം, എനിക്ക് ക്രിസ്തുവിനെ കൂടുതൽ അറിയണം. നേരിട്ട് കണ്ട ആളാണ്. ഭൂമിയിൽ വെച്ച് ഭൗതിക ശരീരത്തിൽ യേശു ജീവിച്ചപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ച് സകലരെയും നശിപ്പിക്കാൻ വേണ്ടി നടക്കുമ്പോൾ, ചരിത്രത്തിലെ ആദ്യത്തെ ആൻറ്റി കൺവെർഷൻ ബില്ലുമായിട്ട് നടക്കുക. ആ സമയത്താണ് നട്ടുച്ചയ്ക്ക് കർത്താവ് സൂര്യനെ കവിയുന്ന പ്രഭയിൽ ഇറങ്ങി വന്ന് തൻ്റെ കണ്ണും പോയി, കണ്ണിൻ്റെ ഫിലമെൻറ്റും പോയി, ഫ്യൂസും പോയി അടിച്ച് താഴെ വീണ്. മറ്റാർക്കും ഈ അനുഭവങ്ങളുടെ പകുതി എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. താൻ ദൈവശബ്ദം കേൾക്കുന്നു, യേശുവിനെ നേരിട്ട് കാണുന്നു. അതിനുശേഷമാണ് തൻ്റെ ജീവിതം മാറിയത്. എന്നിട്ടും അദ്ദേഹം പറയുക, ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്, എനിക്ക് യേശുവിനെ കൂടുതൽ അറിയണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എനിക്ക് യേശുവിനെ കൂടുതൽ അറിയണം, എനിക്ക് യേശുവിനെ കൂടുതൽ അറിയണം. ചുരുക്കി പറഞ്ഞ്, ഹി വാസ് പെർസ്യൂയിങ് ഇൻറ്റിമേറ്റ് നോളജ് ഓഫ് ക്രൈസ്റ്റ്. പേഴ്സണലായി
വ്യക്തിപരമായിട്ട് കർത്താവിനെ, യേശുവിനെ കൂടുതൽ അറിയാൻ, അടുത്തറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും. വാ, ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ശാസ്ത്രകാരൻ, ഒരു സയൻറ്റിസ്റ്റ്, താൻ സൂര്യനെ കുറിച്ച് പഠിക്കുന്നൊരു മനുഷ്യൻ. അപ്പം അദ്ദേഹം സൂര്യനെക്കുറിച്ച് ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചുമൊക്കെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ സൂര്യനെക്കുറിച്ച് ഒരു മുറിക്കകത്തിരുന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒത്തിരി ബുക്സ് എഴുതി. സൂര്യൻ്റെ വിവിധ ഇഫക്റ്റുകൾ, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, അവിടെ നിന്ന് പുറപ്പെടുന്നത്, അവിടുത്തെ താപം, താപനില തുടങ്ങി പലതിനെക്കുറിച്ചും അദ്ദേഹം ഒത്തിരി എക്സ്പ്ലോർ ചെയ്ത് ബുക്സ് എഴുതാൻ തുടങ്ങി. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ഈ സൂര്യപ്രകാശം ഒന്ന് കൊള്ളുകയോ, പ്രഭാത സൂര്യനോ ഉച്ചയ്ക്കുള്ള സൂര്യനോ വൈകിട്ടുള്ള സൂര്യനോ ഒന്ന് ആസ്വദിക്കുക, ഒരു സൂര്യാസ്തമയം ആസ്വദിക്കുക, അങ്ങനെയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. തൻ്റെ ശരീരത്തിലൊന്ന് സൂര്യരശ്മികളൊന്ന് ഏൽക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല, അതിനുള്ള അവസരം ഉണ്ടാക്കിയില്ല. ഇങ്ങനെയാണ് പലപ്പോഴും യു കൻ സ്റ്റഡി അബൌട്ട് ക്രൈസ്റ്റ് ലൈക്ക് എ തിയോളജിയൻ ആൻഡ് സ്റ്റിൽ മിസ് നോയിങ് ഹിം പേഴ്സണലി. ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുശാസ്ത്രം, ക്രിസ്റ്റോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചുണ്ട് തിയോളജിയിൽ. അതിലൊക്കെ പഠിച്ച് ഡെപ്തിലിറങ്ങി ഭയങ്കര പ്രബന്ധങ്ങളും ഒക്കെ അവതരിപ്പിക്കാം, തീസിസ് സബ്മിറ്റ് ചെയ്ത് ഡോക്ടറേറ്റ് എടുക്കാം. പക്ഷേ യു വിൽ മിസ് നോയിങ് ഹിം പേഴ്സണലി. പേഴ്സണൽ ലെവലിൽ കർത്താവിനെ അറിയണം. യേശു എങ്ങനെയുള്ളവനെന്ന് അറിയണം. സ്നേഹമുള്ളവനാണ്. ബൈബിൾ പറയുന്നു, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്, അല്ലേ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന ഏത് പുരുഷനും ഭാഗ്യവാൻ. അപ്പോൾ പൗലോസ് പറയാ, ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് നോയിങ് അബൌട്ട് ക്രൈസ്റ്റ് ബട്ട് നോയിങ് ക്രൈസ്റ്റ് പേഴ്സണലി. ക്രിസ്തുവിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്ത്യാനികളുടെ അല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ക്രിസ്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, യേശു ഇങ്ങനെ വെള്ളത്തിന് അല്ലേ, അങ്ങനെയല്ലേ, വെള്ളത്തിന് മുകളിലൂടെ നടന്നെന്നോ, അപ്പം കൊടുത്തെന്നോ, പിന്നെ എല്ലാവരും കൂടെ കൊന്നില്ലേ, ആ ക്രിസ്തു അല്ലേ, ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കാം. പലരും പറഞ്ഞു കേട്ട് കാണാം, പുസ്തകത്തിൽ വായിച്ച അതിനെക്കുറിച്ചല്ല പൗലോസ്. ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് ഇൻറ്റിമേറ്റ്ലി ആൻഡ് പേഴ്സണലി. ആ പ്രയോഗം ആക്ച്വലി പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ ഹസ്ബൻഡ് നോയിങ് ഹിസ് വൈഫ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തേക്കും 4-ലും ഒക്കെ പറയുന്നതനുസരിച്ച് ഏഡം ന്യൂ ഈവ് ഹിസ് വൈഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദാം ഹവ്വയെ അറിഞ്ഞു. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഫിസിക്കൽ ഇൻറ്റിമസി ആൻഡ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ നോയിങ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ പവർ ഓഫ് ഹിസ് റെസറക്ഷൻ, തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും റെസറക്ഷൻ പവർ അറിയണം. ടു നോ ക്രൈസ്റ്റ് മീൻസ് ഓൾസോ ടു നോ ദ പവർ ഓഫ് ഹിസ് റെസറക്ഷൻ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തുടർന്ന് ഇങ്ങനെ പറയുന്നത്, എനിക്ക് ക്രിസ്തുവിനെ അറിയണമെന്ന് പറഞ്ഞിട്ട് ഉടനെ അദ്ദേഹം പറയുന്നത് ദ പവർ ഓഫ് ഹിസ് റെസറക്ഷൻ. ക്രിസ്തുവിനെ ഏത് രീതിയിൽ അറിയണം? പല ലെവലുകളിൽ അറിയണം. അതിലൊരു രീതിയാണ് ദ പവർ ഓഫ് ഹിസ് റെസറക്ഷൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്കറിയണം. അതിൽ ദ റെസറക്ഷൻ പവർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ 3 ഡിഫറെൻറ്റ് ലെവൽസ്. ഈ പുനരുദ്ധാന ശക്തി തന്നെ നമുക്ക് 3 രീതിയിൽ അറിയാം. ഒന്ന്, ഇൻ അവർ ബോഡി ടുഡേ, നമ്മുടെ മർത്യ ശരീരത്തിൽ, പച്ച മാംസത്തിൽ, നമ്മുടെ ഈ ബോഡിയിൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയാൻ പറ്റും. ജീസസ് റോസ് അപ്പ് ഇൻ ദ ബോഡി, സോ വി വിൽ എക്സ്പീരിയൻസ് ദ റെസറക്ഷൻ പവർ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ, ആത്മാവിലല്ല ഞാൻ പറഞ്ഞ, ശരീരത്തിൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയാൻ കഴിയും. റോമൻസ് 8:11 വായിക്കുമ്പോൾ, ആൻഡ് ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഹിം ഹു റേസ്ഡ് ജീസസ് ഫ്രം ദ ഡെഡ് ഈസ് ലിവിംഗ് ഇൻ യു, ഹി ഹു റേസ്ഡ് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ് വിൽ ഓൾസോ ഗിവ് ലൈഫ് ടു യുവർ മോർട്ടൽ ബോഡീസ് ബിക്കോസ് ഓഫ് ഹിസ് സ്പിരിറ്റ് ഹു ലിവ്സ് ഇൻ യു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവിലൂടെ നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവനിലൂടെ
നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ജയിപ്പിക്കും. ഇത് ഫ്യൂച്ചറിനെ കുറിച്ച് തോന്നുമെങ്കിലും വാസ്തവത്തിൽ ഒരു പ്രസൻറ്റ് ഇംപ്ലിക്കേഷൻ അതിനകത്തുണ്ട്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ കഴിയും. അതാണ് ഞായറാഴ്ചകളിൽ, കൂട്ടായ്മകളിൽ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലാത്ത സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ റീജുവനേറ്റ് ചെയ്യുന്ന, റിഫ്രഷ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും നമ്മുടെ അകത്തെ ശരീരത്തിൽ ടാഞ്ചിബിളായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്കൊരിക്കലും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? ഐ വാണ്ട് ടു നോ ദ പവർ ഓഫ് ക്രൈസ്റ്റ് റെസറക്ഷൻ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്യുക, ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് വയ്ക്കുക. രണ്ടാമത്തത്, വെൻ ഹി കംസ് അറ്റ് ദ ടൈം ഓഫ് റിയൽ റെസറക്ഷൻ. ഇനി പുനരുത്ഥാനം ശരിക്കും നടക്കുന്ന ഒരു സമയമുണ്ട്. ക്രിസ്തു വരുമ്പോൾ അവിടെ പറയുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും അത് കൂടാതെ എങ്ങനെയാണ് പറയേണ്ടത്, അത് കൂടാതെ ജീവനോടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ ആ സമയത്ത് കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. സോ വെൻ ഹി കംസ് അറ്റ് ദ ടൈം ഓഫ് റിയൽ റെസറക്ഷൻ, ശരിക്കും ഒരു പുനരുദ്ധാനം ഇനി നടക്കാൻ പോകുന്നുണ്ട്. എല്ലാവരുടെ ശരീരങ്ങളെയും എഴുന്നേൽപ്പിക്കും. ആ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ശക്തമായവൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയും. യോഹന്നാൻ 14:19, ജോൺ 14:19 പറയാം, ബിഫോർ ലോങ് ദ വേൾഡ് വിൽ നോട്ട് സീ മീ എനിമോർ, ബട്ട് യു വിൽ സീ മീ, ബിക്കോസ് ഐ ലിവ് യു ഓൾസോ വിൽ ലിവ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. കുറഞ്ഞ അധികം കഴിയാതെ ഈ ലോകത്തിൽ എന്നെ കാണാൻ സാധിക്കില്ല, എന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. എന്നിട്ട് കർത്താവ് പറയുക, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇത് പുനരുത്ഥാനത്തെക്കുറിച്ച് ഒത്തിരി വചനങ്ങൾ വേറെ ഉണ്ടല്ലോ. നമ്പർ 3, ദ പ്രസൻസ് ഓഫ് ദ റിസൺ ലോർഡ് ഈസ് ഓൾവേസ് അവൈലബിൾ ടു അസ്. അത് കൂടാതെ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിൽ, റെസറക്റ്റഡ് സേവിയർ, പുനരുത്ഥാനം പ്രാപിച്ച, പുനരുത്ഥാനം ചെയ്ത നമ്മുടെ രക്ഷകൻ നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. അവൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. മത്തായി 28:20 നമ്മളത് വ്യക്തമായി കാണുന്നു. ഷുവർലി ഐ ആം വിത്ത് യു ഓൾവേസ് ടു ദ വെരി എൻഡ് ഓഫ് ദി ഏജ്. ഈ യുഗത്തിൻ്റെ അവസാനം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നു. അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത്, ഐ വാണ്ട് ടു നോ ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ്. തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ വേണമെന്ന്. ഓ മൈ ഗോഡ്, നമുക്ക് അനുഗ്രഹം വേണം, ആശീർവാദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കും. അദ്ദേഹം പറയുന്നത്, നോ നോ നോ, എനിക്ക് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളൊരു പങ്കാളിത്തം വേണം. ഇത് നോട്ട് ഫെലോഷിപ്പ് വിത്ത് ഹിം ഇൻ ഹിസ് സബ്സ്റ്റിറ്റ്യൂഷണറി സഫറിങ്സ്. കർത്താവ് പാപികളെ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടെടുപ്പ് വിലയായി താൻ കൊടുത്ത് കഷ്ടം സഹിച്ചു. അതിൽ ഒരിക്കലും അതിന് പകരമായിട്ടൊരു സഹനം, നോ, അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമുക്ക് ആർക്കത് സാധ്യമല്ല. ഇൻ അതർ വേർഡ്സ്, നോ വൺ ക്യാൻ ഷെയർ ഇൻ ദ വിക്കേറിയസ് സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കർത്താവ് പകര ഓൺ ബിഹാഫ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണറിയായി നിന്നുകൊണ്ട് സഹിച്ചതിന് നമുക്ക് ആർക്കും അതിൻ്റെ പങ്ക് നമുക്ക് ആർക്കും കിട്ടില്ല. അത് ക്രിസ്തു നിമിത്തം ഏകനായിട്ട് മുന്തിരിച്ചൊക്കെ ചവിട്ടുകയാണ്. ബട്ട് ഇൻ ദി ഒഫൻസ് ഓഫ് ദ ക്രോസ് ആൻഡ് മാർട്ടിർഡം ഫോർ ട്രൂത്ത്, സത്യത്തിന് വേണ്ടിയോ, ക്രൂശിൻ്റെ ഇടർച്ച നിമിത്തം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഈ സുവിശേഷത്തിൻ്റെ പുറകെ നടക്കുന്നവരെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിളിക്കുന്നവരെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ, ദൈവമക്കളെ പീഡിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ പലരെയും കൊല്ലുന്ന രീതിയുണ്ട്. അതിലൂടെയാണ് ഈ അനുഭവം എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 1:5-6 വചനങ്ങൾ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും അവിടെ പരാമർശിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം, പൗലൂസ് തന്നെ കടന്നുപോയ പലതിൽ നിന്നും അങ്ങനെയുള്ള പലരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അത് ഉപകരിച്ചു എന്നൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1:24. Now I rejoice in what I am suffering for you, and I fill up in my flesh what is still lacking in regard to Christ's afflictions for the sake of his body, which is the church. ഇവിടെ കൊലോസ്യ ലേഖനം 1:24 അദ്ദേഹം വളരെ സന്തോഷിച്ചുകൊണ്ട് പറയാം, എൻ്റെ ജഡത്തിൽ
ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ കുറവുണ്ടായിരുന്നതെല്ലാം കൂടെ ഞാൻ എൻ്റെ ശരീരത്തിൽ തികയ്ക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയാണ്. എന്നാൽ ഓൾ ഓഫ് us ആർ വില്ലിങ് ടു ഷെയർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ക്രൈസ്റ്റ്. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ അവകാശവും ക്രിസ്തുവിൻ്റെ അനുഗ്രഹമൊക്കെ പ്രാപിക്കാൻ, പങ്കുവെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പൗലോസ് നോ 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 നോ, എനിക്ക് ക്രിസ്തുവിലുള്ള അനുഗ്രഹം മാത്രം പോരാ, ക്രിസ്തുവിലുള്ള അവകാശം മാത്രം പോരാ, ക്രിസ്തുവിലുള്ള കഷ്ടാനുഭവം കൂടെ എനിക്ക് വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമുക്ക് എത്ര പേർക്ക് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കാളികളാകാൻ കഴിയും, കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകാൻ കഴിയും എന്നതാണ് ചോദ്യം. ഇവിടെ ഈ സഫറിങ് ഫോർ ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പെനാൽറ്റി ബട്ട് എ പ്രിവിലേജ്. ഒത്തിരി പേരും അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും, അല്ലെങ്കിൽ സുവിശേഷ നിമിത്തം, പ്രാർത്ഥനയ്ക്ക് പോയ നിമിത്തം, ബൈബിൾ വായിച്ച നിമിത്തമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹിക്കേണ്ടി വന്നാൽ ഉടനെ ചിന്തിക്കുന്നത് ഇത് ദൈവം തന്ന ശിക്ഷയാണ്. നോ, ദിസ് നോട്ട് പെനാൽറ്റി, ദിസ് ഇസ് പ്രിവിലേജ്. ഇതൊരു വലിയ അനുഭവമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 11-12 വചനങ്ങൾ വായിക്കുമ്പോൾ ബ്ലെസ്ഡ് ആർ യു when people insult you, persecute you and falsely say all kinds of evil against you because of me. ഞാൻ നിമിത്തം എല്ലാ തരം തിന്മയും നിങ്ങൾക്കെതിരെ കളവായി പറഞ്ഞാൽ, നിങ്ങൾ ഉപദ്രവിച്ചാൽ, പീഡിപ്പിച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കണം. Rejoice and be glad because great is your reward in heaven, for in the same way they persecuted the prophets who were before you. എന്നാൽ യേശു കർത്താവ് തന്നെ പറയാണ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് തുള്ളിച്ചാടിക്കോ, കാരണം നിങ്ങൾക്ക് സ്വർഗത്തുള്ള പ്രതിഫലം വളരെ വലുതാണ്. പിന്നീട് അത് മുഴുവൻ വായിക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 14-22 വചനത്തിൽ പറയാം, strengthening the disciples and encouraging them to remain true to the faith, we must go through many hardships to enter the kingdom of God, they said. അപ്പോൾ അപ്പോസ്തലന്മാർ വിശ്വാസികൾ ഉറപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് പറയുകയാണ്, അവരെ ശക്തീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, നാം അനേകം കഷ്ടാനുഭവങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ജലത്താലും ആത്മാവിനാലും ഒക്കെ നമ്മൾ, വെള്ളത്താലും ആത്മാവിനാലും അകത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ദൈവരാജ്യത്തിനകത്തായി. ഇവിടെ പറയുന്നത് ഫ്യൂച്ചർ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് കൂടെ നമ്മൾ പോകണം. ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന മറഞ്ഞിരിക്കുന്ന, ആത്മസാന്നിധ്യമായി മറഞ്ഞിരിക്കുന്ന ദൈവരാജ്യമല്ല, ഇത് അതുപോലെ തന്നെ വെളിപ്പെടുന്ന ഈ സാക്ഷാൽ രാജ്യമായി വെളിപ്പെടുന്ന ഒരു കാലം വരും. ഫിലിപ്പി ലേഖനം 1:29 ഇങ്ങനെ പറയുന്നു, ഇറ്റ് ഹാസ് ബീൻ ഗ്രാൻഡഡ് ടു യു ഓൺ ബിഹാഫ് ഓഫ് ക്രൈസ്റ്റ് നോട്ട് ഓൺലി ടു ബിലീവ് ഇൻ ഹിം ബട്ട് ഓൾസോ ടു സഫർ ഫോർ ഹിം. ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, കഷ്ടം സഹിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അത് ഓൾറെഡി തന്നിട്ടുണ്ടെന്ന് പറയും. സോ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിങ്ങൾ ക്രിസ്തു നിമിത്തം ഉപദ്രവിക്കപ്പെടുകയോ കഷ്ടാനുഭവത്തിലൂടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യം, കർത്താവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അതിനുവേണ്ടി കഷ്ടം സഹിക്കാനും കൂടെ ഉള്ളൊരു വരം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. 2 തിമോത്തിയോസ് 3:12 പറയുന്നത്, ഇൻ ഫാക്ട് എവ്രിവൺ ഹു വാണ്ട്സ് ടു ലിവ് എ ഗോഡ്ലി ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് വിൽ ബി പെർസിക്യൂട്ടഡ്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും എന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 4:14 വായിക്കുമ്പോൾ, ഇഫ് യു ആർ ഇൻസൾട്ടഡ് ബിക്കോസ് ഓഫ് ദ നെയിം ഓഫ് ക്രൈസ്റ്റ് യു ആർ ബ്ലെസ്ഡ്, ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി ആൻഡ് ഓഫ് ഗോഡ് റെസ്റ്റ് ഓൺ യു. വാവ്! ആരെങ്കിലും ക്രിസ്തു നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. കാരണം മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുണ്ഠിതപ്പെടേണ്ട ആവശ്യമില്ല. നമ്പർ 3, ബിക്കമിങ് ലൈക്ക് ഹിം ഇൻ ഹിസ് ഡെത്ത്. അടുത്തതാണ്, മരണത്തിൽ തന്നെ പോലെ ആകണോ. ക്രിസ്തു മരിച്ചതുപോലെ മരിക്കണം എന്ന് താൻ ആഗ്രഹിച്ചു. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, എല്ലാ ദിവസവും രാവിലെ കർത്താവേ അങ്ങേ കൂടുതൽ അറിയണം, പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയാം, കർത്താവിനെ പോലെ മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണേ, അങ്ങേ പോലെ എനിക്ക് മരിക്കണം. And he could do that. പൗലോസ് ക്രിസ്തുവിനെ പോലെ തന്നെ മരിച്ചു എന്ന് വെച്ചാൽ പീഡിപ്പിക്കപ്പെട്ട് പെർസിക്യൂഷനിൽ താൻ മരിച്ചു, കഷ്ടാനുഭവങ്ങളിൽ താൻ മരിച്ചു. പിന്നെ
ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നതിന്, ഓഫ് ദ ഡെഡ്, മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്രീക്കിൽ വെച്ച് നോക്കുമ്പോൾ ഔട്ട് ഫ്രം എമംഗ് ദ ഡെഡ്, മരിച്ചവരിൽ നിന്ന് എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം സം ഓഫ് ദ ഡെഡ് വിൽ ബി റെസറക്റ്റഡ് ഫ്രം എമംഗ് ദി റെസ്റ്റ് ഓഫ് ദി ഡെഡ്. ഇതിൻ്റെ അർത്ഥം ചില ആളുകൾ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കും, ബാക്കിയുള്ളവർ അവിടെ കിടക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. കുറേ പേര് അപ്പോഴും അവിടെ കിടക്കും. ഒരു ബാച്ച് എഴുന്നേറ്റ് റെസറക്റ്റ് ചെയ്ത് പോകുമ്പോഴും കുറേ പേർ വീണ്ടും അവിടെ കിടപ്പുണ്ടായിരിക്കും. ഇറ്റ് റെഫേഴ്സ് ടു ദ റെസറക്ഷൻ ഓഫ് ദ റൈച്ചസ് ഫ്രം എമംഗ് ദ വിക്കറ്റ് ഡെഡ്. അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെടാത്ത പാപികൾ ഈ ഭൂമിയിൽ കിടന്നുറങ്ങുമ്പോൾ, കർത്താവ് വരുമ്പോൾ കാഹളം മുഴങ്ങുമ്പോൾ രക്ഷിതഗണം മുഴുവൻ അവരവിടെ കിടക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോകും. 1000 ആണ്ടും കൂടി കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് റെസറക്ഷൻ ഉള്ളൂ. ഇനി ഞാൻ ചില വചനങ്ങൾ പറഞ്ഞു തരാം, അതൊന്ന് കുറിച്ച് വെച്ചിട്ട് പിന്നീട് വായിച്ചാൽ മതി. ലൂക്കോസിൻ്റെ സുവിശേഷം 20:35, 1 കൊരിന്ത്യർ 15:22 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ, 1 കൊരിന്ത്യർ 15 തന്നെ 51 മുതൽ 54 വരെ, 1 തെസ്സലോനിക്കർ 4 അധ്യായം 13 മുതൽ 18 വരെ. ഈ ഭാഗങ്ങളിലെല്ലാം വേണ്ട, ഒന്നും കൂടി എഴുതിക്കും. റെവലേഷൻ 20 എന്താ വെച്ചാൽ വെളിപ്പാട് പുസ്തകം 20 മുതൽ 6 വരെ. ഈ ഭാഗങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് സവിസ്തരം പറഞ്ഞിട്ട് സമയം പോലെ അതെല്ലാം എടുത്തൊന്ന് വായിക്കുകയും അണ്ടർലൈൻ ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കൈനീട്ടെ. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ. ഈ പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നിയിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന ചിലർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കാം. ഞാൻ പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അങ്ങ് തൊടുന്നതിനായി നന്ദി പറയുന്നു. സൗഖ്യങ്ങൾ നടക്കട്ടെ. സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മളിത് കണ്ടിന്യൂ. ഇതിൻ്റെ ലിങ്കുകൾ എടുത്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കുക, പഠിപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.